ഡിയർ സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം സ്പെഷ്യലിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് തുടക്കം ആണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നത്. യൂണിറ്റ്സ് പറഞ്ഞു, ഡയമെൻഷൻസ് പറഞ്ഞു, അതിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അതേ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോയിലും മുന്നോട്ട് പോകുന്നത്. അതിലൊരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ പഴയ എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മാഷ് നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചില ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓർമ്മയുണ്ടോ? V = U + AT, S = UT + ½ AT square, V² = U² + 2AS. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും പേനയും പേപ്പറൊക്കെ എടുത്ത്, ഒരു നോട്ട്ബുക്കോ എന്തെങ്കിലും പേപ്പറൊക്കെ എടുത്ത് റെഡി ആവുക. ഇനി ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ഓരോ ഇക്വേഷൻസിലെയും ടേംസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ V = U + AT 3 ടേംസ് ആണുള്ളത്. V ഒരു ടേമാണ്, U ഒരു ടേമാണ്, AT എന്ന് പറയുന്നത് ഒരു ടേമാണ്. അപ്പോൾ ഈ 3 ടേംസിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ഇങ്ങനെ 3 ഇക്വേഷൻസിലെയും എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് ഒന്ന് കണ്ടുപിടിക്കൂ. വീഡിയോ പോസ് ചെയ്യാൻ മറക്കരുത്. പോസ് ചെയ്ത് ആ 3 ഇക്വേഷൻസിലെയും എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. ടേംസ് എന്താണെന്ന് അറിയാലോ? U ഇനീഷ്യൽ വെലോസിറ്റി, V ഫൈനൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, S ഡിസ്പ്ലേസ്മെൻറ്റ്, T ടൈം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് ഈ നമ്പറുകൾക്ക് 1/2, 2 ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല കേട്ടോ. പിന്നെ സ്ക്വയർ വരുമ്പോൾ ആ സ്ക്വയർ ഇടാൻ മറന്നു പോകരുത്. കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്യൂ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞല്ലേ? ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ. V = U + AT. അതിലെ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻസ് എന്താണ് കിട്ടിയത്? L1 T⁻⁻1 അല്ലേ? അതായത് വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കിട്ടിയില്ലേ? അടുത്ത ഇക്വേഷനിലോ? അടുത്ത ഇക്വേഷനിൽ 3 ടേംസിനും L⁻1 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അത് തന്നെയല്ലേ കിട്ടിയത്? L⁻1 എന്ന് വെച്ചാൽ ദൂരത്തിൻ്റെ, ലെങ്ത്തിൻ്റെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനാണ് കിട്ടിയിട്ടുള്ളത്. നോക്കിയോ? മൂന്നാമത്തെ ഇക്വേഷനോ? V² = U² + 2AS. അതിൽ എല്ലാ ടേംസിനും L² T⁻², അതായത് വെലോസിറ്റി സ്ക്വയറിൻ്റെ ഡയമെൻഷനാണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയോ? ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണണം. ആ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ. നോക്കൂ, നമുക്ക് ശരിയാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന 3 ഇക്വേഷൻസ് എടുത്ത് നമ്മൾ അതിലെ ടേംസിൻ്റെ ഡയമെൻഷൻസ് കണ്ടപ്പോൾ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷനാണ് കിട്ടിയത് അല്ലേ? ഈ ഒരു കൺസെപ്റ്റിനെ നമ്മളൊരു പ്രിൻസിപ്പിളായിട്ടാണ് പറയുക. അതായത് ഒരു ഇക്വേഷൻ കൃത്യമാണെങ്കിൽ, കറക്റ്റാണെങ്കിൽ അതിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷനായിരിക്കും. ഓക്കെ, ആ പ്രിൻസിപ്പിൾ ഡയമെൻഷണൽ മെത്തേഡിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രിൻസിപ്പിളിന് പറയുന്ന പേരെന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അപ്പോൾ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള വൺ ഓഫ് ദി ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അത് നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക? പറയും. മലയാളത്തിലാണെങ്കിൽ എങ്ങനെ പറയാം? ഒരു ഇക്വേഷൻ ശരിയാണെങ്കിൽ അതിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും അല്ലേ? അത്ര പറഞ്ഞാൽ പോരെ? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ഇനി അതൊന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയേ. ഇഫ് എൻ ഇക്വേഷൻ ഈസ് കറക്റ്റ്, ഓൾ ദ ടേംസ് വിൽ ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഒരുപാട് നീട്ടി വലിച്ച കാര്യങ്ങളൊന്നും പറയണ്ട. ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആയി.
എന്താണ്? ഇഫ് എൻ ഇക്വേഷൻ ഈസ് കറക്റ്റ് all the terms will have the same dimension. വെരി ഇമ്പോർട്ടൻറ്റ്, കാണാതെ പഠിച്ചു വയ്ക്കുക. നമ്മുടെ ഡയമെൻഷണൽ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഡയമെൻഷണൽ മെത്തേഡിന് ഒരുപാട് യൂസസ് ഉണ്ട്. അതെല്ലാം ബേസ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിലാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ആണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഡയമെൻഷണൽ മെത്തേഡിൻ്റെ യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ്? എന്തൊക്കെയായിരിക്കും? അതായത് ഒരു ഇക്വേഷൻ കൃത്യമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കാം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. രണ്ടാമത്തതോ, നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റിക്ക്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻസ് അറിയില്ല എങ്കിൽ ആ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ അറിയാമെങ്കിൽ, ക്ലിയർ, യു ക്യാൻ ഡിറൈവ് ദ റിലേഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. വി ക്യാൻ ഡിറൈവ് ദ റിലേഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. ഇനി തേർഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. ഈ ഒരു അപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന രണ്ട് അപ്ലിക്കേഷൻസേ ഉള്ളൂ. ആദ്യത്തെ രണ്ടെണ്ണം, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, ടു ഡിറൈവ് എ റിലേഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, കൺവേർഷൻസ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഡയമെൻഷൻ വഴി ചെയ്യുന്നില്ല. അപ്പോൾ വാട്ട് ആർ ദ യൂസേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, to derive a relation for a physical quantity, to convert a unit from one system into another. ഡയമെൻഷണൽ മെത്തേഡിൻ്റെ അപ്ലിക്കേഷൻസ് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ എക്സാംസിന് ചോദിച്ച ചോദ്യങ്ങളാണ് ചെയ്തു പോകുന്നത്. 20ാമത്തെ ചോദ്യം നോക്കൂ. 20th question. A student writes the equation for the relativistic variation of mass with the velocity as m equal to m0 divided by square root of 1 minus എന്താ എഴുതിയിട്ടുള്ളത്? x square divided by c square, അല്ലേ? where m0 is the rest mass and c is the speed of light. What is the dimensional formula for x? ആ x എന്ന് പറയുന്ന ആ ടേമിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേനയും പേപ്പറും എടുക്കുക, ഒന്ന് ചെയ്ത് നോക്കിയേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് രണ്ട് ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്റ്റ് ചെയ്യാനോ എന്ന് വെച്ചാൽ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയണമെങ്കിൽ എന്തായിരിക്കണം? ആ രണ്ട് ടേമുകൾക്കും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, വി കനോട്ട് ആഡ് വെലോസിറ്റി ആൻഡ് ടെമ്പറേച്ചർ. വെലോസിറ്റിയുടെ കൂടെ ടെമ്പറേച്ചർ ആഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അപ്പോൾ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ആ രണ്ട് ടേമിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ക്ലിയർ? അത് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ബാധകമല്ല കേട്ടോ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ ആക്സലറേഷൻ ഇൻറ്റു ടൈം, ആക്സലറേഷൻ ഒരു ഡയമെൻഷനാണ്, ടൈമിന് വേറെ ഡയമെൻഷനാണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. പക്ഷേ എന്ത് പറ്റില്ല? കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. ഇപ്പം നമ്മൾ v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് എഴുതുമ്പോൾ യുവിൻ്റെ കൂടെ എ ടി ആണ് ആഡ് ചെയ്യുന്നത്, അല്ലാണ്ട് എ ആഡ് ചെയ്യാൻ പറ്റില്ല. എ ടി എന്ന് പറയുമ്പോൾ എന്തായി? വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റിയുടെ കൂടെ എ ടി എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യാം, പക്ഷേ എ ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. അതായത് രണ്ട് ടേംസ് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ കുറയ്ക്കണോ? ക്ലിയർ? ഇതിൽ ഏതെങ്കിലും രണ്ട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും അത് ബാധകമല്ല. വ്യത്യസ്ത ഡയമെൻഷൻ ഉള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, m0
ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എന്നാണ്. അപ്പോൾ ആ 1 എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്തൊരു ടേം ആണ് അല്ലേ, അതായത് ഒരു നമ്പറാണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ആ മൈനസ് എന്ന് പറയുന്ന അപ്പുറത്തുള്ള ടേമിനും എന്തായിരിക്കണം, ഡയമെൻഷൻ പാടില്ല. അപ്പോൾ ഓൾറെഡി താഴെ സി സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് സ്പീഡാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സ്പീഡ് സ്ക്വയർ അല്ലേ, അപ്പോൾ താഴെ ആ ടേമാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഏത് എക്സ് കിടക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ആയിരിക്കണം, ആലോചിക്കൂ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ അല്ലേ. അപ്പോൾ L1 T⁻⁻1 എന്നാണ് വരിക. അടുത്ത ചോദ്യം നോക്കൂ, 21th ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം തന്നെയാണ്, യൂണിറ്റുകളുടെ ഒരു ഭാഗമാണ് അല്ലേ. 1 മൈക്രോൺ ഈക്വൽ ടു ഡാഷ് മീറ്റർ. ബി ഹെർട്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. തേർഡ് വൺ, സി പാർട്ട്, 1 AMU. AMU എന്ന് പറയുന്നത് ആറ്റോമിക് മാസ് യൂണിറ്റ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. മൈക്രോൺ കേട്ടില്ലേ, മൈക്രോമീറ്റർ. മൈക്രോൺ എത്രയാ, 10⁻⁻6 മീറ്റർ ആണ്. നാനോമീറ്റർ എത്രയാ, 1 നാനോമീറ്റർ 10⁻⁻9 ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ എന്തായിരുന്നു, ഹെർട്സ് ഈസ് ദ യൂണിറ്റ് ഓഫ്. ഹെർട്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചതാണ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയും അല്ലേ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ഇനി AMU എന്തായിരുന്നു, 1 AMU. AMU കേട്ടിട്ടുണ്ടോ, ആറ്റോമിക് മാസ് യൂണിറ്റ്. മാസിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ആറ്റോമിക് മാസ് യൂണിറ്റ്. നമ്മൾ യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുക. അതായത് നമ്മുടെ ആറ്റോമിക് മാസസ്, ന്യൂക്ലിയർ മാസസ് ഒക്കെ മെഷർ ചെയ്യുന്നത് AMU എന്നുള്ള രീതിയിലാണ്. അതെങ്ങനെയാണ്, അതിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചതല്ലേ, കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു, 1/12 മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഈ കൺവേർഷൻ ചോദിക്കാറുണ്ട്. 1 AMU ഈസ് ഈക്വൽ ടു 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 22 ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോവിങ്. നമുക്ക് മാച്ച് ചെയ്യാനാണ്. 3 കോളംസ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് കോളത്തിൽ ക്വാണ്ടിറ്റീസ് തന്നു, സെക്കൻഡ് കോളത്തിൽ ഇക്വേഷൻസ് തന്നു, തേർഡ് കോളത്തിൽ ഡയമെൻഷൻസ് തന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. ഓൾറെഡി പല ചാപ്റ്ററുകളായിട്ട് നമ്മൾ പഠിക്കുന്ന ചില ക്വാണ്ടിറ്റികളാണത് അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. തൊട്ടപ്പുറത്ത് ഇക്വേഷൻസ് ആണ്. ഇപ്പം അത് ഡിസോർഡേർഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, നമുക്കത് മാച്ച് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യൂ. ഇക്വേഷൻസ് കണ്ടു. ആദ്യത്തെ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു എ നമ്പർ, ഒരു നമ്പറാണ് ഫോഴ്സ്. രണ്ടാമത്തത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഈ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, dv/dx എന്ന് എഴുതുന്നതാണ്. അതായത് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്, ടൈമല്ല. dv/dx ആണ് കേട്ടോ, ദൂരം. തേർഡ് വൺ എഴുതി നോക്കൂ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് സ്ക്വയർ. ആ ഇക്വേഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ? ഇനി ഇക്വേഷൻസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡയമെൻഷൻസിനെ മാച്ച് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യൂ. പോസ് അമർത്തിയിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയോ? ഇനി ആൻസർ നോക്കൂ. നമ്മുടെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നിങ്ങൾ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് അല്ലേ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ തന്നെയാണ് അല്ലേ. ദെൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഞാൻ പറഞ്ഞു dv/dx എന്നാണ്. അപ്പോൾ ആ എക്സ് എന്ന് വെച്ചാൽ ദൂരം മുകളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നുള്ള രീതിയിലാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴും കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി പെട്ടെന്ന് ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമ്മുടെ സ്റ്റോക്സ് ലോ പഠിക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ ഫ്ലൂയിഡിൽ സ്റ്റോക്സ് ലോ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് അതിൻ്റെ ഇക്വേഷൻ ചോദിച്ചിരുന്നു അല്ലേ? എഫ് ഈക്വൽ ടു 6π ഈറ്റ ആർ വി. അവിടെ ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്, വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, എഫ് എന്ന് പറയുന്നത് എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ്. അപ്പോൾ അതിൽ നിന്നും ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഡയമെൻഷൻ കിട്ടുക. ആ ഇക്വേഷൻ നോക്കിയാൽ, അതായത് ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈക്വൽ ടു, ഇക്വേഷൻ എഴുതുമ്പോൾ എഫ് ഡിവൈഡഡ് ബൈ ആർ വി എന്നാണ് വരിക. അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. mLT⁻²2 ഡിവൈഡഡ് ബൈ എൽ, പിന്നെ വെലോസിറ്റി എന്താണ്? L1T⁻⁻1. അപ്പം നമുക്ക് കിട്ടുന്നത് m1L-1T⁻⁻1. ചെയ്ത് നോക്കിയില്ലേ? അടുത്തത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻസ്. ഞാൻ പറഞ്ഞു തരില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം എഫ് ഈക്വൽ ടു ജി m1m2/r² എന്നാണ് നമ്മൾ എഴുതുക അല്ലേ? ആ ജി ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഫോഴ്സ് ഇൻറ്റു അല്ലേ ഡിസ്റ്റൻസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് സ്ക്വയർ. ചെയ്ത് നോക്കിയേ, എന്താ കിട്ടിയേ? m-1L3T⁻²2 കിട്ടിയോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് എന്നിട്ട് വേണം ഉത്തരം നോക്കാൻ കേട്ടോ. ഇത് തന്നെയാണോ കിട്ടിയത് നോക്കുക. ദെൻ അടുത്തത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് നിങ്ങൾ സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലേ പല ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കുന്നുണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. ഏത് മോഡുലസ് എന്നാലും ഒരേ ഡയമെൻഷനാണ്. ഓക്കെ, അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നാണ്. അവിടെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിൻ്റെ അതേ ഡയമെൻഷനാണ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ് അല്ലേ? ഇനി സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ റേഷ്യോ ആണ്, ഒരേ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ. അപ്പോൾ അതൊരു നമ്പർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു നമ്പർ. അപ്പോൾ ആ നമ്പറിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ നോക്കിയാൽ മതി. എന്തായിരുന്നു? m1L⁻⁻1T⁻². ഈ രീതിയിൽ നമ്മൾ ആ ക്വാണ്ടിറ്റീസിനെയും ഇക്വേഷൻസിനെയും ഡയമെൻഷൻസിനെയും മാച്ച് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 23rd ക്വസ്റ്റ്യൻ. The mechanical power is represented by P equal to Fv plus AV³ rho, where F is the force, V is the velocity, A is the area, and rho is the density. A part, the dimensional formula of power is dash. B part, check the dimensional validity of the above equation. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറയുന്നത് സാധുത. ആ ഇക്വേഷൻ കൃത്യമാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഒരു ഇക്വേഷൻ കൃത്യമാവണമെങ്കിൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 3 ടേംസ് ഉണ്ട്. ആ 3 ടേംസിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അത് ഒരുപോലെയാണ് കിട്ടുന്നതെങ്കിൽ ഇക്വേഷൻ ഈസ് കറക്റ്റ്, അതർവൈസ് ദ ഇക്വേഷൻ ഈസ് റോങ്. ഓക്കെ, അതൊന്ന് കണ്ടുപിടിച്ചു വയ്ക്കൂ. കിട്ടിയോ? ആൻസർ ഒന്ന് നോക്കിയേ. ആദ്യത്തെ എ പാർട്ട് എന്താണ്? ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ ഈസ്. പവറിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ അല്ലേ ഒന്നുകിൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്ന് ചെയ്യാം. അപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷൻ അറിയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് ചെയ്താലും മതി അല്ലേ? അതായത് വർക്ക് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അതിന് ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരുമ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നുള്ളത് എന്തായിട്ട് മാറും? വെലോസിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് ചെയ്താലും പവറിൻ്റെ ഡയമെൻഷൻ കിട്ടും. കിട്ടിയോ? m1L2T⁻⁻3. ഈ 1 വരുന്നത് എഴുതണമെന്നൊന്നുമില്ല. 1 എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ mL2T⁻⁻3 എന്നുള്ളതാണ് പവറിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി നമ്മുടെ ബി പാർട്ട് ചോദിച്ചത് ചെക്ക് ദ വാലിഡിറ്റി എന്നാണ് അല്ലേ? ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
അപ്പോൾ അതിൽ ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ആദ്യത്തെ ടേം എന്താണ്? പവറാണ് അല്ലേ? പവറിൻ്റെ ഡയമെൻഷൻ കണ്ടു, mL2T⁻³ റൈറ്റ് ഹാൻഡ് സൈഡിൽ RHSൽ 2 ടേം വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ടേം FV, അത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാഷ് നേരത്തെ ഇപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനും mL2T⁻³ എന്നാണ് കിട്ടുക അല്ലേ? പവറിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് കിട്ടിയത്. ഇനി തേർഡ് ടേം നോക്കിയേ, AV³ എ എന്ന് പറയുന്നത് L², ഏരിയ അല്ലേ? L². വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ് അല്ലേ? അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതിയേ? L⁻⁻⁻⁻. അവിടെ ഒരു ക്യൂബ് ഉണ്ട്, അത് മറന്നു പോകരുത്. എക്സാമിന് പലപ്പോഴും തെറ്റിക്കുന്നത് ആ രീതിയിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ഡയമെൻഷന് ബ്രാക്കറ്റ് ഇട്ടിട്ട് മുകളിൽ ക്യൂബ് എഴുതണം. ഓക്കെ. ഇനി റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി അറിയില്ലേ? മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ വോളിയം, L³ അല്ലേ വോളിയം, അത് മുകളിലോട്ട് പോകുമ്പോൾ L⁻³ എന്നായിരിക്കും. അപ്പോൾ ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ എന്താ നമ്മൾ എഴുതുക? m1L⁻³ ക്ലിയർ ആയോ? അപ്പം നമ്മുടെ AV³ റോ എന്ന് പറയുന്നത് ആ ഡയമെൻഷൻ നേരെ അങ്ങോട്ട് എഴുതൂ. ഓക്കെ. ഇനി നമ്മൾ അതിനൊരു അല്ലേ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണ്ടേ? മാഷ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുന്നത് കേട്ടോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നേരിട്ട് അങ്ങ് എഴുതാം. അപ്പോൾ ആദ്യം L² എഴുതി, പിന്നെ L⁻⁻⁻⁻ ക്യൂബ് ഉണ്ടല്ലേ അവിടെ, അപ്പോൾ അത് L³ എന്ന് എഴുതി, T⁻⁻³ എന്ന് എഴുതി, ദെൻ mL⁻⁻⁻. ഇനി അതെല്ലാം കൂടി നമ്മളൊന്നും കൂടെ ചുരുക്കി എഴുതുന്നു. ആദ്യം m എഴുതി, അപ്പോൾ m1 അല്ലേ? രണ്ടാമത്തേത് നോക്കിയേ, ഒരു L⁻³ ഉണ്ട്, ഒരു L⁻⁻³ ഉണ്ട്. അതങ്ങ് വെട്ടിക്കൂടെ അല്ലേ? പവർ ഓപ്പോസിറ്റ് അല്ലേ? ഒന്ന് 3ഉം ഒന്ന് -3ഉം ആണ്. അപ്പോൾ അത് വെട്ടാം. പിന്നെയുള്ളത് L² അല്ലേ? അപ്പോൾ ആ L² എഴുതി, ദെൻ T⁻⁻⁻. അപ്പോൾ T⁻⁻³ എന്ന് എഴുതി. അപ്പോൾ mL2T⁻⁻. ഇനി ഒന്ന് നോക്കിയേ, 3 ടേംസിനും എന്താണ്? ഒരേ ഡയമെൻഷനാണ്. അതിനർത്ഥം എന്താ? ആ ഇക്വേഷൻ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് പറയുക all the terms have the same dimension, therefore the equation is correct. ഈ രീതിയിൽ അങ്ങ് എഴുതി കഴിഞ്ഞാൽ you will get full mark. ഓക്കെ. ഒരു മാർക്ക് പോലും കുറയ്ക്കാനില്ല അവിടെ, ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. ഇത്രയും എഴുതി കഴിഞ്ഞാൽ you will get full mark. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡയമെൻഷണൽ മെത്തേഡിൻ്റെ ഏത് അപ്ലിക്കേഷൻ തന്നാലും ക്ലിയർ, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്നാണ് പറയുക. പക്ഷേ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മറന്നു പോകരുത്. അപ്പോൾ അതാണ് നോട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ക്ലിയർ? ഒരു ഇക്വേഷൻ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഒരു അറിയാത്ത ക്വാണ്ടിറ്റിക്ക് ഇക്വേഷൻ എഴുതാൻ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാലും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, 24th one. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് can't be obtained by the dimensional methods? ഡയമെൻഷണൽ മെത്തേഡ് വഴി നമുക്ക് കിട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റാത്ത ഇക്വേഷൻ ഏതാണെന്നാണ്. എ T=k√L/g, ബി n=n0e⁻λt. അവിടെ ആ ഇ എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ്പൊണൻഷ്യൽ ടേം എന്നാണ് പറയുക, എക്സ്പൊണൻഷ്യൽ ഫാക്ടർ. തേർഡ് വൺ E=kmv², ഡി P=h⁻g. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഇക്വേഷൻസിൽ ഏത് ഇക്വേഷനെയാണ് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡയമെൻഷണൽ മെത്തേഡിൻ്റെ ചില പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയായിരിക്കും അത്? നമ്മൾ ഡയമെൻഷണൽ മെത്തേഡിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക്
ആ ലിമിറ്റേഷൻസ് കൺവിൻസ്ഡ് ആവും. കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ മാഷ് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഡയമെൻഷണൽ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ്, ചില പരിമിതികളുണ്ട്. അതിൽ വലിയൊരു ലിമിറ്റേഷനാണ്, വലിയൊരു പരിമിതിയാണ്, നമുക്ക് ഇക്വേഷൻസ് പല രീതിയിലും വരും. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ട്രിഗണോമെട്രിയിൽ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ ഈ കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ പറയുക എന്താ? ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നാണ് പറയുക അല്ലേ? ഇനി നിങ്ങൾ pH വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസിൽ ലോഗരിതം വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഇക്വേഷൻസിനെ നമ്മൾ ലോഗരിതമിക് ഫങ്ഷൻസ് എന്ന് പറയും. ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള വൺ ഓഫ് ദി ഇക്വേഷൻ, അത് റേഡിയോ ആക്ടിവിറ്റിയിൽ വരുന്ന ഇക്വേഷനാണ്. n ഈക്വൽ ടു n0 e⁻ ഇങ്ങനെ ഈ വരുന്ന ടേമിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ഇക്വേഷനിൽ ട്രിഗണോമെട്രിക് ഫങ്ഷൻസോ ലോഗരിതമിക് ഫങ്ഷൻസോ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസോ വന്നു കഴിഞ്ഞാൽ ഡയമെൻഷണൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് അനലൈസ് ദ ഇക്വേഷൻ യൂസിങ് ഡയമെൻഷണൽ മെത്തേഡ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ട്രിഗണോമെട്രിക്കോ ലോഗരിതമിക്കോ ക്ലിയർ എക്സ്പോണൻഷ്യലോ വന്നു കഴിഞ്ഞാൽ ആ ഇക്വേഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും? അല്ലേ? എക്സ്പോണൻഷ്യൽ വരുന്ന സെക്കൻഡ് വൺ ബി, n ഈക്വൽ ടു n0 e⁻ ക്ലിയർ ആയോ? ഇനി 25th ക്വസ്റ്റ്യൻ നോക്കൂ. എ കമ്പനി മാനുഫാക്ചറിംഗ് PVC പൈപ്സ് claims in an advertisement that the volume of water flowing out through the pipe in a given time is, as per the equation, V equal to K A square UT, where A is the area of cross section of the pipe, U is the speed of flow, T is the time, and K is a dimensionless constant. പറഞ്ഞത് എന്താണ്? ഒരു പൈപ്പ് ഉണ്ടാക്കുന്ന PVC പൈപ്പ് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ ആഡിൽ, ക്ലിയർ, അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നത് ഒരു ഗിവൺ ടൈമിൽ ആ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വോളിയം ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. V ഈക്വൽ ടു KA² UT എന്നുള്ള രീതിയിലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? എ, നെയിം ദ പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദിസ് ഇക്വേഷൻ. ബി പാർട്ട്, ചെക്ക് ദ ഇക്വേഷൻ ആൻഡ് സ്റ്റേറ്റ് വെദർ ദ ക്ലെയിം ക്യാൻ ബി കറക്റ്റ്. ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ബി പാർട്ട് എന്താണ്? ഈ ഒരു കമ്പനി ആ അഡ്വർടൈസ്മെൻറ്റിലൂടെ ക്ലെയിം ചെയ്യുന്നത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. അവർ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അവർ പറയുന്നത് ശരിയാവണമെങ്കിൽ എന്താണ് കാര്യം? ആ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം അല്ലേ? ആ ഇക്വേഷൻ തെറ്റാണെങ്കിൽ അവർ പറയുന്നത് പൊള്ളയാണ്, തെറ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്തൂടെ? ഒന്ന് പോസ് അമർത്തി ആ ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കുക, ഒന്ന് ചെക്ക് ചെയ്തേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനും ഒരുപോലെ ആയിരിക്കണം. ചെയ്തു നോക്കിയോ? ഒന്നാമത്തെ പാർട്ടിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അല്ലേ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ പറ്റും. എന്തായിരുന്നു? ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അത് മറക്കരുത്, ഏത് കാലത്തും ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കൂ. അവരുടെ ക്ലെയിം കറക്റ്റ് ആണോ അല്ലയോ എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏതായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒരേ ഡയമെൻഷൻ കിട്ടുകയാണെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ L³ എന്നാണ് നമ്മൾ എഴുതുക അല്ലേ? ഇനി റൈറ്റ് ഹാൻഡ് സൈഡ്, അവിടെ K എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം അതിന് ഡയമെൻഷൻ ഇല്ല എന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നോക്കൂ, A² UT. എ എന്ന് പറയുന്നത് ഏരിയയാണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഏരിയ ഓൾറെഡി L², ദെൻ അതിനൊരു സ്ക്വയർ ഇടുക.
ഇനി എന്താണ് യു വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് അറിഞ്ഞില്ലേ, L1 t⁻⁻1. ഇനി ടി എന്ന് പറയുന്നത് ടൈം തന്നെ, അപ്പൊ t⁻1. ഇനി ഒന്ന് എഴുതി നോക്കൂ, L² സ്ക്വയർ അല്ലെ, അപ്പൊ L⁴, Lt⁻⁻1, t⁻1. അതില് t⁻⁻1ഉം t⁻1ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്താ വരുന്നത്, L⁵ ആണ്. അപ്പൊ നോക്കൂ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ L⁵3 എന്നാണ് കിട്ടിയത്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ L⁵5 എന്നാണ് കിട്ടിയത്. അതിനർത്ഥം എന്താ, ഇക്വേഷൻ തെറ്റാണ്. ദ ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. അതായത് അവരുടെ ക്ലെയിം cannot be correct. That is, the claim cannot be correct. ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പഠിച്ചല്ലോ. ഇതുപോലെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ, 26th one. Give examples for following. A dimensionless unitless physical quantity. B a dimensionless physical quantity but having unit in SI system. C part, two physical quantities which have the same dimensions. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കഷൻ നടത്തിയ ഭാഗം തന്നെയാണ് അല്ലേ. ഡയമെൻഷൻ ഇല്ല, യൂണിറ്റും ഇല്ല, ആ രീതിയിലൊരു ക്വാണ്ടിറ്റി രണ്ടും ഉണ്ടാവാൻ പാടില്ല. ഡയമെൻഷനും പാടില്ല, യൂണിറ്റും പാടില്ല. ഏതായിരുന്നു, സ്ട്രെയിൻ അല്ലേ. സ്ട്രെയിൻ എന്ന് പറയുന്നതിന് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല, കാരണം മുകളിലും താഴെയും ഒരേ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. ബി പാർട്ട് നോക്കൂ, ഡയമെൻഷൻലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് യൂണിറ്റ്. ആ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല, പക്ഷേ യൂണിറ്റ് ഉണ്ട്. നമ്മൾ പഠിച്ചിരുന്നില്ലേ ആംഗിൾ അല്ലേ, സോളിഡ് ആംഗിൾ. ഇതിനൊക്കെ ഡയമെൻഷൻ വരുന്നില്ല, കാരണം മുകളിലും താഴെ ഒരേ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ അതിന് SI സിസ്റ്റത്തിൽ ഒരു യൂണിറ്റ് ഉണ്ട് അല്ലേ. ആംഗിളിന് യൂണിറ്റ് റേഡിയൻ എന്ന് പറയും, സോളിഡ് ആംഗിളിന് സ്റ്റെറേഡിയൻ എന്ന് പറയും. തേർഡ് പാർട്ട്, ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ദ സെയിം ഡയമെൻഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ ഡയമെൻഷൻ വരുന്ന ഒത്തിരി ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പേര് നമുക്ക് എന്തെഴുതാം, എനർജി അല്ലേ, വർക്ക്, അതുപോലെ ടോർക്ക്. ഈ മൂന്ന് ക്വാണ്ടിറ്റികൾക്കും ഒരേ ഡയമെൻഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ പേരുകളൊന്ന് പഠിച്ചു വയ്ക്കുക. 7th question, 27ാമത്തെ ചോദ്യം നോക്കൂ. എ പിക്ക് ഔട്ട് ദി ഓഡ് വൺ ഇൻ ദ ഗിവൺ പെയർസ്. തന്നിട്ടുള്ള പെയറിലെ ഓഡ് വൺ അല്ലേ, കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കുക. ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി, വർക്ക് ആൻഡ് എനർജി, ആംഗിൾ ആൻഡ് സ്ട്രെയിൻ, ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ബി പാർട്ട്, 1 light year ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും വരുന്നത് കേട്ടോ. ഇത് ഓരോ പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, പിക്ക് ദ ഓഡ് വൺ. തന്നിരിക്കുന്ന പേഴ്സിലെ ഓഡ് വൺ ഏതായിരിക്കും, ഏതാണ്, അതെ ആംഗിൾ ആൻഡ് സ്ട്രെയിൻ അല്ലേ. ബാക്കിയുള്ളതിനൊക്കെ ഡയമെൻഷൻസ് വരുന്നുണ്ട്, ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റികളാണ്. ബട്ട് ആംഗിൾ ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഡയമെൻഷൻ വരുന്നില്ല. ഡയമെൻഷൻ ഇല്ലാത്തൊരു പെയറാണ്, കൂട്ടത്തിൽ ഡയമെൻഷൻ ഇല്ലാത്ത പെയറാണ് ആംഗിൾ ആൻഡ് സ്ട്രെയിൻ. ഇനി ലൈറ്റ് ഇയറിൻ്റെ കൺവേർഷൻ നേരത്തെ പറഞ്ഞു, കാണാതെ പഠിച്ചോളണം. ലൈറ്റ് ഇയർ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് per second. നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. 1 light year ഈസ് ഈക്വൽ ടു 9.467 ഇൻറ്റു 10⁻15 മീറ്റർ. അത് കാണാതെ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 28th one. A student was asked to write the equation for displacement at any instant in a simple harmonic motion of amplitude A. He wrote the equation as y equal to a sin 2 pi v divided by k into t, where v is the velocity at instant t. For the equation to be dimensionally correct, what should be the dimensions of k? അതായത് നിങ്ങൾ SHM ഒക്കെ പഠിക്കുമ്പോൾ കുറേ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഇക്വേഷൻ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ആ ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം കറക്റ്റ് ആവാൻ ആ കെയുടെ ഡയമെൻഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ
ഇതിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് വരുന്നത് അല്ലേ, എ സൈൻ. അപ്പോൾ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ആംഗിളാണ് വരിക. തീറ്റ എന്ന് പറയുന്നൊരു ടേമാണ് അവിടെ വരുന്നത്. ആ ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് സൈൻ കഴിഞ്ഞ് വരുന്ന ആ ടേമിന് എന്ത് പാടില്ല? ഡയമെൻഷൻ വരാൻ പാടില്ല. അപ്പോൾ ഡയമെൻഷൻ വരാതിരിക്കണമെങ്കിൽ മുകളിലും താഴെയും അല്ലേ, ആ റേഷ്യോ എന്നുള്ള രീതിയിൽ മുകളിലും താഴെയും എന്തായിരിക്കണം? ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ കെയുടെ ഡയമെൻഷൻ എന്തിന് തുല്യമായിരിക്കണം? വി ഇൻറ്റു ടിക്ക് തുല്യമായിരിക്കണം. ആ രീതിയിലാണത് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കൂ. കെ എന്ന് പറയുന്നത് വി ടി വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഫാക്ടറിന് തുല്യമായിരിക്കണം. എങ്കിലേ ആ ടേമിന് ഡയമെൻഷൻ ഇല്ലാതെയാവും. 2πക്ക് ഓൾറെഡി ഡയമെൻഷൻ ഇല്ല. ഒന്ന് ചെയ്ത് നോക്കൂ. എന്താ കിട്ടിയേ? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ അല്ലേ, L1 T⁻⁻1 ഇൻറ്റു T⁻1 ചെയ്ത് കഴിഞ്ഞാൽ L1 എന്നാണ് കിട്ടുക. ഇനി 29th one. To measure distance, we use different units. Which of the following is the largest unit of the length? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. കിലോമീറ്റർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർ സെക്കൻഡ്. കണ്ണടച്ച് പറഞ്ഞൂടെ, ഏതാണ്? പാർ സെക്കൻഡ് അല്ലേ. അതാണ് വലിയ യൂണിറ്റുകളിലെ വലിയ യൂണിറ്റാണ് പാർ സെക്കൻഡ്. 30th question, 30th one. All physical quantities can be expressed in terms of dimension. Write the physical quantities of the following dimensions. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് ഡയമെൻഷൻസ് എഴുതാൻ ചോദിക്കാം. ഡയമെൻഷൻസ് തന്നിട്ട് ഏതാണ് ക്വാണ്ടിറ്റി എന്നും ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തത് M1 L1 T⁻⁻1, രണ്ടാമത്തത് M1 L2 T⁻⁻2. അപ്പോൾ നോക്കൂ, ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇക്വേഷനെ കണ്ടെത്താൻ പറ്റണം. ഇക്വേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഏതാണ് ആ ക്വാണ്ടിറ്റി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ M1 L1 T⁻⁻1 അല്ലേ, M മാസ്, L1 T⁻⁻1 വെലോസിറ്റി അല്ലേ. അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൊമെൻറ്റം അല്ലേ, അതുപോലെ ഇമ്പൾസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഉത്തരം ശരിയാണ്, യു വിൽ ഗെറ്റ് ദ മാർക്ക്. ഇനി രണ്ടാമത്തെ നോക്കിയേ, M1 L2 T⁻⁻2. അവിടെ എന്താണ്ടായേ? ഫോഴ്സിനെ ദൂരം കൊണ്ട് അല്ലേ, ML⁻⁻2 എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, ഇൻറ്റു ഒരു എല്ലും കൂടെ വന്നു. അപ്പോൾ M1 L2 T⁻⁻2 എന്തായിരിക്കും? വർക്ക് എന്ന് എഴുതാം, എനർജി എന്ന് എഴുതാം, ടോർക്ക് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻസുമായിട്ട് നല്ല ഫെമിലിയർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡയമെൻഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ആദ്യത്തേതിൻ്റെ മൊമെൻറ്റം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇമ്പൾസ്. രണ്ടാമത്തത് വർക്ക് ഓർ എനർജി ഓർ ടോർക്ക് എന്ന് എഴുതാം അല്ലേ. ഈ ഒരു വീഡിയോയിൽ തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നു. ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ. പബ്ലിക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഒരുപാട് ലെങ്ത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും പേനയും പേപ്പറും എടുത്ത് ചെയ്ത് നോക്കിയിട്ട് കൂടെ ഇങ്ങനെ വരിക. ഓക്കെ, മറ്റേത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടുപോയിട്ട് കാര്യമില്ല, ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാഷ് നേരത്തെ പറഞ്ഞു പഴയ വീഡിയോസ് കാണണം. അപ്പോൾ അതിനുള്ള ലിങ്ക് മാഷ് താഴെ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായിട്ട് അത് കാണുക കേട്ടോ. നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ചാപ്റ്റേഴ്സും കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനുള്ള ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കാണണം. അതായത് സെക്കൻഡ് ഇയറിൻ്റെ പോർഷൻസ് എപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പും നടത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ, താങ്ക് യു.